സാൽവേ മോന്തക്കാസിനോ നിന്ന് നമ്മൾ യാത്ര പിരിച്ചിട്ടോ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മൊന്താന സ്പക്കാത്ത ഓർ സാങ്ച്വറി ഓഫ് മൊന്താന സ്പക്കാത്ത എന്നറിയപ്പെടുന്നു. പാരമ്പര്യം അനുസരിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ 27:51 യേശുവിനെ ക്രൂശിച്ചപ്പോൾ രണ്ടായി പിളർന്നതായി കരുതപ്പെടുന്ന സ്പ്ലിറ്റ് പർവ്വതത്തിലൂടെയാണ് ഒരു രസകരമായ യാത്ര. തുർക്കികളുടെ ഗ്രോത്ത മനോഹരമായ ഒരു കടൽ തീരവും അതിമനോഹരമായ കോട്ടക്കെട്ടുകളും ഉള്ള ഒരു ഗുഹയാണിത്. ഇതിലൂടെ നടന്ന് പോകുമ്പോൾ എനിക്ക് തോന്നിയതും കാണുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് നടന്നു വരുന്നത് കമൽഹാസൻ്റെ ഒരു പഴയൊരു സിനിമയിലെ പാട്ടാണ്. കൺമണി അൻപോട് കാതലെന്നാണിന്ന് കടിതമേ. അത് തന്നെ ഗുണ കേവ് ഒരുപാട് ആളുകളുടെ ഇടയിൽ അട്രാക്റ്റ് ചെയ്ത സ്ഥലം കൂടെയാണ്. അതുപോലെയാണ് മൊന്താന സ്പക്കാത്ത ഒരു അതിശയകരമായി മനുഷ്യരിൽ ശ്രദ്ധ പിടിച്ചെടുത്ത ഒരു അപൂർവ സ്ഥലം. ഇവിടെ എല്ലാവരും നന്നായിട്ട് ടയേർഡായിട്ടാണ്ടോ തിരിച്ചു കയറി വന്നത്. എല്ലാവരും ഉണ്ട്, അപ്പനും ഉണ്ട് കൂടെ. എല്ലാവരും ലൈവാണെന്ന് വിചാരിച്ചു, പക്ഷെ അല്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണേ. ഒരു 50 പേര് വന്നു കഴിഞ്ഞാലാണ് തിരിച്ച് ഒരു 50 പേര് കയറാൻ പറ്റുള്ളൂ തന്നെ. അങ്ങനെ അവിടെയൊക്കെ കണ്ട് നമ്മൾ വണ്ടി കയറി ഗേത്ത എന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ. നിങ്ങളിപ്പോൾ കുറച്ച് പേരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഒരു കൂട്ടം ആളായി വരിയായി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വേറൊന്നുമല്ല പ്രേക്ഷകരെ, നമ്മൾ ഒന്ന് നീരാടാൻ പോവുകയാണ്. പാം ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വന്നപ്പോൾ പാണ്ടിപ്പട സിനിമയിലെ ദിലീപേട്ടൻ നൃത്തം ചുള്ളുന്ന പോലെ കനത്ത ചൂട്. 3 ലിറ്റർ വെള്ളം കുടിച്ചിട്ടും സഹിക്കാൻ പറ്റാത്തൊരു ചൂടാണ് കേട്ടോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എൻ്റെ അപ്പന് ഒരു പരാതി, എന്നെ വീഡിയോയിൽ കണ്ടില്ല എടുത്തില്ല എന്നൊക്കെ. അതിന് വേണ്ട കേട്ടോ. ഇവിടെ അപ്പം മാത്രമല്ല എല്ലാവരും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ശൂന്യമായി നോക്കിയപ്പോൾ നമ്മുടെ ആദൂട്ടൻ കേട്ടോ അവിടെ മണ്ണിൽ കളിച്ചു കുളിക്കുകയാണേ. ഗയത്തിലെ ചൂടും രസകരമായ കാഴ്ചകളും കണ്ട് നമ്മൾ ഓരോരുത്തരും ജോലിക്ക് മടങ്ങി കേട്ടോ.